ചില ഫുട്ബോൾ താരങ്ങൾ ട്രോഫികൾ ജയിക്കും, ചിലർ റെക്കോർഡുകൾ തകർക്കും. പക്ഷേ വളരെ കുറച്ചു പേരാണ് ഫുട്ബോളിനെ തന്നെ മാറ്റിമറിക്കുന്നത്. അവൻ കളിച്ചത് മാത്രമല്ല, ലോകത്തെ വീണ്ടും ഫുട്ബോളിനെ സ്നേഹിപ്പിച്ചു. ഇത് ബ്രസീലിലെ ഒരു കുട്ടിയുടെ കഥയാണ്. ലോക ഫുട്ബോളിൻ്റെ അവസാന മാന്ത്രികനായ മനുഷ്യൻ്റെ കഥ. ഇതാണ് റൊണാൾഡീനിയോ. 1980-ൽ ബ്രസീലിലെ പോർട്ടോ അലഗ്രയിൽ ജനിച്ച കുട്ടിയായിരുന്നു റൊണാൾഡീനിയോ. ഫുട്ബോൾ അവൻ്റെ രക്തത്തിലായിരുന്നു. അച്ഛൻ ഒരു ഷിപ്പ്യാർഡ് തൊഴിലാളിയായിരുന്നു, അമേച്വർ ഫുട്ബോൾ കളിക്കാരനും. അവൻ്റെ വലിയ സഹോദരൻ റോബർട്ടോ, റൊണാൾഡീനിയോയുടെ ആദ്യ ഹീറോ. പക്ഷേ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ദുരന്തം സംഭവിച്ചു. റൊണാൾഡീനിയോയ്ക്ക് വെറും 8 വയസ്സ് മാത്രമുള്ളപ്പോൾ അവൻ്റെ അച്ഛൻ മരണപ്പെട്ടു. ആ നിമിഷം അവൻ്റെ ജീവിതം തന്നെ മാറ്റി. ഫുട്ബോൾ ഇനിയൊരു കളിയല്ലായിരുന്നു, അതായിരുന്നു രക്ഷപ്പെടൽ, അതായിരുന്നു ജീവിതം. തെരുവ് ഫുട്ബോളിലും ഫുട്സോളിലും ഡിഫൻഡർമാരെ കളിയാക്കുന്ന ഒരു കുട്ടിയെക്കുറിച്ച് ബ്രസീലിൽ വാർത്തകൾ പരക്കാൻ തുടങ്ങി. 13 വയസ്സിൽ ഒരു യുവജന മത്സരത്തിൽ മാത്രം 23 ഗോളുകൾ. ലോകമറിയാതെ ഒരു മാന്ത്രികൻ ജനിക്കുകയായിരുന്നു. 1998-ൽ റൊണാൾഡീനിയോ ഗ്രമിയോയ്ക്കായി പ്രൊഫഷണൽ അരങ്ങേറ്റം നടത്തി. ബ്രസീൽ ഉടൻ മനസ്സിലാക്കി, ഇവൻ വ്യത്യസ്തനാണ്. അവൻ ഭയമില്ലാതെ കളിച്ചു, സമ്മർദ്ദമില്ലാതെ കളിച്ചു, ശുദ്ധ സന്തോഷത്തോടെയാണ് കളിച്ചത്. 1999-ലെ കോപ്പ അമേരിക്കയിൽ ബ്രസീലിനെ കിരീടത്തിലേക്ക് നയിച്ച പ്രധാന താരങ്ങളിൽ ഒരാളായി അവൻ മാറി. അതോടെ യൂറോപ്പ് അവനെ വിളിച്ചു. 2001-ൽ അവൻ പാരീസ് സെയിൻറ്റ് ജർമെയിനിൽ ചേർന്നു. പക്ഷേ പാരീസിന് അവനെ പൂർണ്ണമായി മനസ്സിലായില്ല. കോച്ചുമാർക്ക് നിയന്ത്രണം വേണമായിരുന്നു, റൊണാൾഡീനിയോയ്ക്ക് സ്വാതന്ത്ര്യം. എങ്കിലും ഓരോ ടച്ചിലും ലോകം പ്രതിഭ കണ്ടു. 2002 ലോകകപ്പിൽ ബ്രസീലിന് ലോകത്തിലെ ഏറ്റവും ഭീകരമായ അറ്റാക്ക് ലൈൻ ഉണ്ടായിരുന്നു. റൊണാൾഡോ, റിവാൾഡോ, റൊണാൾഡീനിയോ, 3 Rs എന്ന് ലോകം വിളിച്ച ആക്രമണം. പിന്നീട് വന്നു ഇംഗ്ലണ്ട്, ക്വാർട്ടർ ഫൈനൽ. ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും ഐക്കോണിക് നിമിഷങ്ങളിലൊന്ന്. റൊണാൾഡീനിയോ ഗോൾ കീപ്പർ ഡേവിഡ് സീമാൻ മുന്നോട്ട് നിൽക്കുന്നത് കണ്ടു. അസാധ്യമായ ദൂരത്തിൽ നിന്ന് അവൻ ഷൂട്ട് ചെയ്തു. ഗോൾ. അത് ക്രോസ് ആയിരുന്നോ, അല്ലെങ്കിൽ ഉദ്ദേശിച്ച ഷോട്ടോ? ഇന്നും ലോകത്തിന് ഉറപ്പില്ല. പക്ഷേ ആ നിമിഷം ലോകം പൊട്ടിത്തെറിച്ചു. ബ്രസീൽ ലോകകപ്പ് നേടി. റൊണാൾഡീനിയോ ഇനിയൊരു താരമല്ലായിരുന്നു, അവൻ ലോകം മുഴുവൻ അറിയുന്ന സൂപ്പർ സ്റ്റാറായി മാറി. 2003-ൽ റൊണാൾഡീനിയോ ബാർസലോണയിലെത്തി. അന്ന് ബാർസലോണ തകർന്ന അവസ്ഥയിലായിരുന്നു. ഐഡന്റിറ്റിയില്ല, സന്തോഷമില്ല, ആധിപത്യമില്ല. പിന്നീട് റൊണാൾഡീനിയോ വന്നു. എല്ലാം മാറി. അവൻ ചിരിച്ചു, ടീം ചിരിച്ചു, ആരാധകർ ചിരിച്ചു. ഫുട്ബോൾ വീണ്ടും കല ആയി മാറി. ഇലാസ്റ്റിക്കോ, നോലുക്ക് പാസുകൾ, ബാക്ക് ഹീലുകൾ, അസാധ്യ ഡ്രിബിളുകൾ. ഡിഫൻഡർമാർക്ക് അവനെ തടയാനായില്ല. പിന്നീട് വന്നു ബെർണബ്യൂയിലെ ആ രാത്രി. 2005-ൽ റയൽ മാഡ്രിഡിനെതിരെ അവൻ 2 അത്ഭുത സോളോ ഗോളുകൾ നേടി. അന്ന് റയൽ മാഡ്രിഡ് ആരാധകർ പോലും എഴുന്നേറ്റ് നിന്നു കൈയടിച്ചു. ഫുട്ബോളിൽ അത്രയും അപൂർവമായ ഒരു നിമിഷം. 2005-ൽ അവൻ ബാലൺ ഡിയോർ നേടി. 2006-ൽ ലാ ലീഗ, ചാമ്പ്യൻസ് ലീഗ്, ലോകത്തിലെ മികച്ച ഫുട്ബോൾ താരത്തിനുള്ള ബഹുമതി. അവൻ ഔദ്യോഗികമായി ലോകത്തിലെ ഏറ്റവും മികച്ച കളിക്കാരനായി മാറി. അതിലും പ്രധാനമായി ലിയോണൽ മെസ്സി എന്ന യുവതാരത്തിന് വഴികാട്ടിയായി. മെസ്സി പിന്നീട് പറഞ്ഞു, ആദ്യ ദിവസം മുതൽ എന്നെ സഹായിച്ചത് റൊണാൾഡീനിയോ ആയിരുന്നു. റൊണാൾഡീനിയോ ഇല്ലായിരുന്നെങ്കിൽ ഇന്നത്തെ ബാർസലോണ ഉണ്ടായിരിക്കില്ലായിരുന്നു. പക്ഷേ പ്രതിഭകൾ പലപ്പോഴും വേഗത്തിൽ കത്തിച്ചമരും. 2006-ന് ശേഷം എല്ലാം മാറാൻ തുടങ്ങി. പാർട്ടികൾ, രാത്രി ജീവിതം, അച്ചടക്കക്കുറവ്, പരിക്കുകൾ കൂടി. ബാർസലോണയ്ക്ക് നിയന്ത്രണം വേണമായിരുന്നു, റൊണാൾഡീനിയോയ്ക്ക് സ്വാതന്ത്ര്യം. 2008-ഓടെ അവൻ്റെ സ്വർണകാലം അവസാനിച്ചു. അവൻ AC മിലാനിലേക്ക് മാറി. മാജിക്കിൻ്റെ ചെറിയ കാഴ്ചകൾ ഇപ്പോഴുമുണ്ടായിരുന്നു, പക്ഷേ പഴയ റൊണാൾഡീനിയോ ഇനി ഇല്ലായിരുന്നു. ഫുട്ബോൾ മാറിയിരുന്നു. കൂടുതൽ ടാക്റ്റിക്കൽ, കൂടുതൽ ഫിസിക്കൽ, കുറഞ്ഞ സ്വാതന്ത്ര്യം.
റൊണാൾഡീനിയോ മറ്റൊരു കാലഘട്ടത്തിൻ്റേതായിരുന്നു. 2011 റൊണാൾഡീനിയോ ബ്രസീലിലേക്ക് മടങ്ങി. ഫ്ലമെങ്കോ, അത്ലറ്റിക്കോ മിനേറോ. അവിടെ ലോകം വീണ്ടും പഴയ പുഞ്ചിരി കണ്ടു. ഇനി ലോകത്തിലെ മികച്ച താരമല്ലായിരുന്നു അവൻ, പക്ഷേ ഒരു നേതാവായിരുന്നു. 2013 കോപ്പ ലിബർട്ടഡോറസ് നേടി, അവൻ്റെ അവസാന മഹത്തായ നേട്ടം. പിന്നീട് ചെറിയ ക്ലബ്ബ് കാലയളവുകൾക്ക് ശേഷം 2018 റൊണാൾഡീനിയോ വിരമിച്ചു. പക്ഷേ ഇതിഹാസങ്ങൾ ഒരിക്കലും അപ്രത്യക്ഷരാകില്ല. ഫുട്ബോളിന് ശേഷമുള്ള ജീവിതം റൊണാൾഡീനിയോയ്ക്ക് എളുപ്പമല്ലായിരുന്നു. സാമ്പത്തിക പ്രശ്നങ്ങൾ, വിവാദങ്ങൾ, 2020 പരാഗ്വേയിൽ അറസ്റ്റ് വരെ. പക്ഷേ ലോകം അവനെ ഇപ്പോഴും സ്നേഹിച്ചു. എന്തുകൊണ്ട്? കാരണം റൊണാൾഡീനിയോ ഒരു കാര്യത്തെ പ്രതിനിധീകരിച്ചു: സന്തോഷം. ഫുട്ബോൾ ഒരു വിനോദമാണെന്ന് ലോകത്തെ ഓർമ്മിപ്പിച്ച മനുഷ്യൻ. കുട്ടികളെ പുറത്തേക്കിറങ്ങി സ്കിൽസ് പരീക്ഷിക്കാൻ പ്രചോദിപ്പിച്ച താരം. ക്ലബ്ബുകൾക്കതീതമായി എല്ലാവരെയും ചിരിപ്പിച്ച മനുഷ്യൻ. അത്തരക്കാർ വളരെ അപൂർവമാണ്. റൊണാൾഡീനിയോയ്ക്ക് ഏറ്റവും ദൈർഘ്യമേറിയ കരിയർ ഉണ്ടായിരുന്നില്ല. അവൻ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയില്ല, ഏറ്റവും കൂടുതൽ ട്രോഫികളും ജയിച്ചില്ല. പക്ഷേ ഫുട്ബോൾ ഇത്രയും സന്തോഷത്തോടെ കളിച്ച മറ്റൊരാളുണ്ടായിരുന്നോ? ലോകം ഫുട്ബോൾ മാജിക്കിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് റൊണാൾഡീനിയോയെക്കുറിച്ചാണ്. അതാണ് അവൻ്റെ ഏറ്റവും വലിയ പാരമ്പര്യം. ഏറ്റവും മികച്ച കളിക്കാരനെന്നല്ല, ഫുട്ബോളിനെ വീണ്ടും മനോഹരമാക്കിയ മനുഷ്യനെന്ന നിലയിൽ ഓർമ്മിക്കപ്പെടുന്നത്. ചില ഇതിഹാസങ്ങൾ ജയിച്ചതിനാലാണ് ഓർമ്മിക്കപ്പെടുന്നത്. റൊണാൾഡീനിയോ ഓർമ്മിക്കപ്പെടുന്നത് ലോകത്തെ ചിരിപ്പിച്ചതിനാലാണ്.